പിരിച്ചുവിട്ടതെന്ന് പറഞ്ഞാൽ അന്ന് കെ കരുണാകരനാണ് ആഭ്യന്തരമന്ത്രി, അച്യുതമേനോനാണ് മുഖ്യമന്ത്രി, കെ കരുണാകരൻ ആഭ്യന്തരമന്ത്രിയാണ്. പോലീസ് എന്ന് പറഞ്ഞാല് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഗൺ ഗാരേജിൽ വെച്ചിട്ടാണ് എന്നെ പിരിച്ചുവിട്ട ഓർഡർ ഒട്ടിക്കാൻ ERG റെയിൽവേ ക്വാർട്ടേഴ്സിലാണ് ഞാൻ താമസിക്കുന്നത്. സിവിത്തേരി മുക്കിന്ന് പടിഞ്ഞാററ്റം വരുമ്പോഴുള്ള റെയിൽവേ ക്വാർട്ടേഴ്സാണ്. അപ്പൊ ഇതിലെ വന്നത് ജീപ്പിന് ഈ ഗൺ ഗാരേജ് കണ്ടിട്ടുണ്ടാ? അതായത് ഓരോ രണ്ട് സൈഡിലും 4 തുളയുണ്ടാകും തോക്കിടാനുള്ളത്. പുറകിൽ 2 തുളയുണ്ടാകും, അതിലും 2 തോക്കുണ്ടാകും. എന്നിട്ട് പോലീസാണ്. ഇത് കാണുമ്പോൾ എൻ്റെ അമ്മ ഒരു പ്രാവശ്യം താഴെ വീണ്, തലകറങ്ങി വീണ്. 90 വയസ്സുണ്ട് എൻ്റെ അമ്മയ്ക്കന്ന്. ഞാൻ ERGയിലാണ് അന്ന് താമസിക്കുന്നത്, 74 സമര കാലഘട്ടത്തിൽ. കൂട്ടത്തോടെ 410 പേരെ പിരിച്ചു വിട്ടു. കൊച്ചിൻ ഏരിയെന്ന് മാത്രം, എറണാകുളം കൊച്ചിൻ ഏരിയെന്ന് മാത്രം. അവരൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് കലാസീസായിരുന്നു. പക്ഷെ അവരെ പിന്നെ നിലനിർത്താൻ അന്ന് ഇത് പറയുമ്പോൾ ഒരാളുടെ പേര് പറയാതിരിക്കാൻ പറ്റൂല. സോമൻ നമ്മുടെ സൊസൈറ്റിയുടെ അന്നത്തെ സെക്രട്ടറി ആയിരുന്നു സോമൻ. മയ്യനാട്ടുകാരനൊരു സോമനാഥൻ എന്ന് പറഞ്ഞിട്ട് ഒരാളുണ്ടായിരുന്നു. പുള്ളി വളരെ അപ്പൊ ഇവർക്കാണ് ഒരു മാസം ഒരാൾക്ക് 10 രൂപ കൊടുക്കണമെങ്കിൽ തന്നെ പറ്റാത്തൊരവസ്ഥയായിരുന്നു. അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്യുമെന്നറിയാമോ? 10 രൂപ ഈ മറ്റ് തൊഴിലാളികളുടെ ഇടയിൽ പോയിട്ട് പിരിച്ച് CITUവിൻ്റെയും കയർ തൊഴിലാളികളുടെയും മത്സ്യത്തൊഴിലാളികളുടെയും ചെത്തു തൊഴിലാളികളുടെയും പറവൂരിലും അവിടെ ഇവിടെയൊക്കെ പോയിട്ട് പിരിച്ചു കൊണ്ടുവന്നിട്ട് ആ കാശിൽ നിന്ന് 10 രൂപ ആണ് ഇവർക്ക് കൊടുക്കണം. ഒരു ചായ കുടിക്കാനുള്ള കാശേ വെച്ചുള്ളൂ. അതെ, 410 പേരെ പിരിച്ചുവിട്ട്. സ്ഥിരം ജീവനക്കാരിൽ 2 പേരെ പിരിച്ചുവിട്ടുള്ളൂ. അത് ഒന്ന് ഞാനൊന്ന് ഒരു TK രാമകൃഷ്ണൻ എന്നും പറഞ്ഞുകൊണ്ട് അയാള് ഇവിടെ ഉണ്ടായിരുന്നു. പിന്നീട് മസ്തൂർ യൂണിയനിൽ പോയി എനിക്ക് അന്ന് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കാരണം എനിക്ക് എല്ലാ മാസവും 21-ാം തീയതി 100 രൂപ പാലക്കാട് നിന്ന് എൻ്റെ സുഹൃത്തുക്കളെല്ലാം കൂടി കളക്ട് ചെയ്തിട്ട് കൊടുത്തയക്കും. 21-ാം തീയതിയാണെന്ന് റണ്ണീർ സ്റ്റാഫിന് ശമ്പളം. അപ്പൊ ആ ഡേറ്റിനുള്ളിൽ ഏതെങ്കിലും വണ്ടി വരുമ്പോൾ അവര് കൊണ്ടുവന്ന് തരും എനിക്ക് 100 രൂപ. ഈ 100 രൂപ കൊണ്ട് ഞാനും എൻ്റെ കുടുംബവും, അതായത് 7 പേര്, ഞാനും ഭാര്യയും 3 മക്കളും, എൻ്റെ അമ്മ 90 വയസ്സുള്ള എൻ്റെ അമ്മയും, പിന്നെ ഒരു അപസ്മാര രോഗിയായ ഒരു സഹോദരി, എൻ്റെ നേരെ മൂത്തത്, കല്യാണം കഴിക്കാത്ത. ഞങ്ങൾ 7 പേര് കൂടി ഈ 100 രൂപ കൊണ്ട് റേഷൻ അരി മേടിച്ചിട്ട് ഉപ്പും മുളകും ഒക്കെ ഇട്ട് അങ്ങനെ ജീവിച്ചു പോകുന്ന കാലഘട്ടം. 74 തുടങ്ങി 77 വരെ അങ്ങനെ തന്നെ ഇരുന്നു ജീവിതം. അവര് റെയിൽവേ ക്വാർട്ടേഴ്സ് ഒഴിയണം, അത് വേണോ ഇത് വേണോ എന്ന് പറഞ്ഞു വന്ന് ഭീഷണിപ്പെടുത്താനൊക്കെ ഉണ്ടാവും ഇടയ്ക്കിടയ്ക്ക്. അപ്പൊ നമ്മള് അതിൻ്റെ ഇടയ്ക്ക് ഒരു കേസ് കൊടുത്തിട്ട്, ഞാനും ഇളയതിന് അറിയില്ലേ, ഞാനും ഇളയതും കൂടി ഒരു കേസ് കൊടുത്തിരുന്നു. അയാളുടെ ഒരു ബുക്കിംഗ് ക്ലർക്കായിരുന്നു ഇളയതെന്നും പറഞ്ഞ്. ഇപ്പൊ കോട്ടയത്തുണ്ട് അയാള്. കേസ് കൊടുത്തപ്പോ പറഞ്ഞു, കേസിന്റെ വിധിയാകാതെ ഞങ്ങളെ പിരിച്ചുവിടാൻ പാടില്ല, ക്വാർട്ടേഴ്സ് വെക്കേറ്റ് ചെയ്യിക്കരുതെന്നും പറഞ്ഞ് ഒരു ഇടക്കാല ഓർഡർ തന്ന് നമ്മുടെ ചന്ദ്രശേഖര മേനോൻ തന്നു, ജഡ്ജീസ്. അല്ല, എന്ന് വെച്ചാല് സംഘും മസ്തൂർ ഇത്തവണ ഇല്ലെങ്കിലും സംഘുകാര് അത് ഉടക്കാൻ വേണ്ടിയിട്ട് അവര് എല്ലാ കരിങ്കാലിപ്പണിയും എല്ലാ കുൽസിത പ്രവൃത്തികളും ചെയ്തുകൊണ്ടിരിക്കും.
അത് മാത്രമല്ല വടക്കേ ഇന്ത്യയിലൊക്കെ വളരെ ദയനീയമാണ്. റെയിൽവേ ക്വാർട്ടേഴ്സുകളിൽ കുടുംബമായിട്ട് താമസിക്കുന്ന റണ്ണീസ് സ്റ്റാഫിനെയൊക്കെ അവരുടെ വീടുകളിൽ കയറിയിട്ട് ഭാര്യമാരെ വരെയും ബലാത്സംഗം ചെയ്യുന്ന അങ്ങനെ കേസുകളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഈ മുഗൾ സറായി അതുപോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ.